സ്മൂത്തനിങ് ചെയ്ത് ഹെയർ ഡാമേജ് ആയി ഹെയർ മുകളിൽ നിന്നും പൊട്ടി പോകുന്ന ഒരവസ്ഥയിലാണ് മാം നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിഞ്ഞിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ നമ്മൾ നാനോപ്ലാസ്റ്റിയാണ് മാമിന് സജസ്റ്റ് ചെയ്തത്. കാരണം ഇത്രയധികം ഡാമേജിട്ടുള്ള ഒരു ഹെയർ, ഇപ്പോൾ പൊട്ടി പോകുന്ന അവസ്ഥയിലുള്ള ഒരു ഹെയർ ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റിൽ ഒരു റിപ്പയർമെൻറ്റ് ഇല്ല. അതുകൊണ്ട് നമ്മുടെ ഹെയറിന് ഇത്രയും ഡാമേജസ് ഉണ്ടെങ്കിൽ അതൊന്നും ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെൻറ്റിനൊന്നും ഈ ഇത്രയും വലിയ റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ ഈ പറയുന്ന ബോട്ടോക്സ് കെരാറ്റിൻ ആണെങ്കിൽ പോലും ക്യൂട്ടിക്കലിലുള്ള ഡാമേജസ് മാത്രമേ അത് ക്യൂർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്റേണലിലുള്ള പ്രോബ്ലംസ് ഒന്നും നമ്മൾക്ക് മറ്റുള്ള ഒരു ട്രീറ്റ്മെന്റിലും നമ്മൾക്ക് അത് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. നാനോപ്ലാസ്റ്റിയ മാത്രമാണ് അതിനൊരു പോംവഴി. നാനോപ്ലാസ്റ്റിയ നമ്മൾ ചെയ്തതിന് ശേഷം ഹെയറിന്റെ ബോണ്ടെല്ലാം റീക്രിയേറ്റ് ആയി ഹെയറിന്റെ ഡാമേജ് എല്ലാം ക്യൂറായി ഹെയർ നല്ല സിൽക്കി ആൻഡ് ഷൈനി ആയിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു റിസൾട്ട് ആ മാമിന് കൊടുക്കാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. അത്രയധികം വിഷമം അനുഭവിച്ച മാമാണത്.